ഇപ്പോൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് കേട്ട് കാണുമല്ലോ, അല്ലെങ്കിൽ അറിഞ്ഞു കാണുമല്ലോ ഈ ഒരു സംഭവം. ഒരു മോഷണക്കുറ്റം ആരോപിക്കുന്നു, അതിനാൽ പേരൂർക്കട പോലീസ് ആളെ കസ്റ്റഡിയിൽ എടുക്കുന്നു. കസ്റ്റഡി എടുത്തതിന് ശേഷം വിവസ്ത്രയാക്കി പരിശോധന നടത്തുന്നു. മാല കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ വെള്ളം ചോദിക്കുമ്പോൾ ബാത്റൂമിലെ വെള്ളം കുടിച്ചോളാൻ പറയുന്നു. അവരെ മോഷ്ടാവായിട്ട് അങ്ങ് ചിത്രീകരിക്കുകയാണ്. അതോടുകൂടി മണിക്കൂറുകൾ അവരെ മാനസികമായി പീഡിപ്പിക്കുന്നു. ഇതിന് ശേഷം മാല കണ്ടുകിട്ടുന്നു. അപ്പോഴും നിയമ നടപടിയുമായി പേരൂർക്കട പോലീസ് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അത് എന്ത് തരം നീതി നിയമമാണ് സാർ? ഇല്ല, അത് പോലീസ് പറ്റിപ്പോയി. കാരണം ആ പ്രോപ്പർട്ടി കാണാതെ പോയ സാധനം ആ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞില്ല, കണ്ടെത്തിയില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും ആ കേസ് റെഫർ ചെയ്ത് കളയണം, ബിന്ദുവിനെ വെറുതെ വിടണം. അതിനുശേഷം അത് റെഫർ ചെയ്ത് കളഞ്ഞതിന്റെ ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് കോടതി കൊടുക്കുന്നതിന്റെ ഒരു കോപ്പി ഇവരെ കൈവെക്കണം. കാരണം ഇവരെവിടെ ചെന്നാലും ശരി, ഇവര് മോഷണക്കാരിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ബുദ്ധിമുട്ട് അവർ പറഞ്ഞു. അതുകൊണ്ട് ഇനി അതിനകത്ത് വേറെ പോലീസ് എന്തുകൊണ്ട് റെഫർ ചെയ്യുന്നില്ല, ഇത് ഇരുന്ന സ്ഥലത്തല്ല വേറെ സ്ഥലത്ത് മാറ്റിവെച്ചു എന്നുള്ള രീതിയിലാണോ പോലീസ് പോകുന്നത് നമുക്ക് വ്യക്തതയില്ല. കാരണം നമുക്ക് ഇവിടുത്തെ പത്മനാഭ ക്ഷേത്രത്തിലെ കണ്ടല്ലോ, ആ സ്വർണ്ണം എടുത്ത് മാറ്റിവെച്ച് കുഴിച്ചിട്ട് മോഷണം കൊണ്ടുപോയിട്ടുമില്ല. അതൊരു മോശം തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടുത്തെ കേസ് എങ്ങനെയല്ല, ഇരുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വെറുതെ വിടണം. പോലീസ് ആ കേസ് എത്രയും പെട്ടെന്ന് റെഫർ ചെയ്ത് ആ റെഫർ ചാർജിന്റെ ഒരു കോപ്പി അവർക്ക് കൊടുക്കണം. ആ പാവപ്പെട്ട സ്ത്രീയെ ജീവിക്കാൻ അനുവദിക്കണം. കാരണം അവരെ എടുത്തില്ല എന്ന് കുറഞ്ഞു പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും പോലീസ് വിശ്വസിച്ചില്ല. അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ പിന്നെ എങ്ങനെയാണ് പിന്നീടുള്ള പ്രതികരണങ്ങളൊക്കെ നമുക്ക് അനുഭവങ്ങളിലൂടെ അറിയാവുന്നതാണ്.